മഹാന്മാരായ ചേറൂർ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ടൗണിൽ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ഓഫീസിന് പിൻവശത്താണ് ചേറൂർ ശുഹദാക്കളുടെ മഖബറയുള്ളത്. ഞാൻ യാത്ര ആരംഭിച്ചു. കേരള ജനതയ്ക്കെന്നും ആത്മീയ വീര്യം പകരുന്ന പോരാട്ടമാണ് ചേറൂർ പട. ബ്രിട്ടീഷ് ജന്മി നാടുവാഴി പ്രഭുക്കന്മാർക്കെതിരെ അരങ്ങേറിയിട്ടുള്ള മലബാറിലെ പ്രധാന പോരാട്ടങ്ങളിലൊന്നാണിത്. കുറ്റാളൂർ ബദറുദ്ദുജ ദർസിലെ പഠനകാലത്ത് തന്നെ ചേറൂർ ശുഹദാ മഹിമയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെമ്മാട് ടൗണിലെത്തി. ഇവിടെ തിരൂരങ്ങാടി നഗരസഭാ കാര്യാലയത്തിൻ്റെയും സീനത്ത് ടെക്സ്റ്റൈൽസിൻ്റെയും ഇടയിലൂടെയുള്ള വഴിയിലൂടെ അല്പം സഞ്ചരിച്ചാൽ ചേറൂർ ശുഹദാക്കളുടെ അടുത്തെത്താം. ഹിജ്റ വർഷം 1252 റമളാൻ 28 അഥവാ 1843 ഒക്ടോബർ 19 ചേറൂർ പട അരങ്ങേറുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരൂരങ്ങാടിക്ക് സമീപം വെന്നിയൂർ നിവാസികളായ 6 പേർ ഇസ്ലാം മതം സ്വീകരിച്ചു. അവർ മുമ്പുള്ള പേരുകൾ ഉപേക്ഷിച്ച് സലീം, ഹുസൈൻ, അഹ്മദ്, ആയിഷ, ഹലീമ, ഖദീജ എന്നീ പേരുകൾ സ്വീകരിച്ചു. കൂട്ടത്തിലൊരു സ്ത്രീക്ക് അസുഖം ബാധിക്കുകയും അവസാനം മമ്പുറം തങ്ങളുടെ അടുക്കൽ ചെന്ന് ചികിത്സ തേടിയതിന് ശേഷം സുഖം പ്രാപിക്കുകയും ചെയ്ത ദിവ്യാനുഭവമായിരുന്നു അവരെ ഇസ്ലാമിക ആശ്ലേഷത്തിലേക്ക് നയിച്ചത്. വെന്നിയൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജന്മിയായി അന്നുണ്ടായിരുന്നത് കപ്രാട്ട് കൃഷ്ണപ്പണിക്കർ എന്നയാളായിരുന്നു. അടിമുടി മുസ്ലിം വിരോധിയായിരുന്നു അയാൾ. ധനവും അധികാരവും ശക്തിയും അയാളെ മത്തുപിടിപ്പിച്ചു. വിചിത്രമെന്നോണം പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ 6 പേരും കൃഷ്ണപ്പണിക്കരുടെ തൊഴിലാളികളായിരുന്നു. അതിനാൽ തന്നെ അവരുടെ മതം മാറൽ അയാൾക്കൊട്ടും തന്നെ ദഹിച്ചിരുന്നില്ല. ഇതിന് പകരം ചെയ്യാൻ തക്കം പാർത്തിരുന്ന പണിക്കർ ഒരു ദിനം ഐത്തം കാണിക്കാതെ കൂടുതൽ അടുപ്പം കാണിച്ച് പതിവിൽ കവിഞ്ഞ രീതിയിൽ ശരീരം മറച്ചിരുന്ന തൊഴിലാളി പെണ്ണിന് നേരെ തിരിഞ്ഞു. അവളെ വിവസ്ത്രയാക്കുകയും അവളുടെ സ്തനങ്ങൾ അറിയുകയും ചെയ്തു. ഭയം കാരണം ആരും തടയാനോ എതിർക്കാനോ പോയില്ല. അതിനാൽ അവൾ അഭയവും തേടി മമ്പുറത്തെ തങ്ങളുപ്പാപ്പയുടെ അടുത്തേക്ക് ഓടി. മമ്പുറം തങ്ങൾ അവൾക്ക് അഭയം നൽകി. ഈ ഒരു സംഭവം മമ്പുറം തങ്ങളെ ഏറെ വേദനിപ്പിച്ചിരുന്നുവെങ്കിലും നാട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കണമെന്ന ആഗ്രഹത്താൽ ക്ഷമ കൈക്കൊണ്ടു. എന്നാൽ ഈ വാർത്ത കാട്ടുതീ പോലെ നാടാകെ പരന്നു. കൂട്ടത്തിൽ കച്ചവട സംഘങ്ങൾ വഴി അയൽ നാടായ പൊന്മളയിലും ന്യൂസെത്തി. പൊന്മളയിലെ ഈമാനികാവേശം തുളുമ്പുന്ന ചെറുപ്പക്കാരായ പൂവാടൻ മുഹീദ്ദീൻ കുട്ടി, പട്ടർക്കടവൻ ഹുസൈൻ, മരക്കാർ മുഹീദ്ദീൻ, പൂന്തിരുത്തി ഇസ്മായിലിൻ്റെ മകൻ മൂസക്കുട്ടി, കുന്നാഞ്ചേരി അലി ഹസൻ, ചോലക്കൽ ബുഹാരി എന്നിവർ ഈ സംഭവത്തിന് പകരം ചോദിക്കാൻ രംഗത്ത് വന്നു. അവർ വന്നിയൂരിൽ ചെന്ന് നാട്ടുപ്രമാണിയായ കപ്രാട്ട് കൃഷ്ണപ്പണിക്കർ എന്ന ധിക്കാരിയുടെ വീട് വളയുകയും തന്ത്രപൂർവം അയാളെ വധിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതവും അവിചാരിതവുമായ ഈ സംഭവം കൃഷ്ണപ്പണിക്കരുടെ അനുയായികളിൽ അമ്പരപ്പുളവാക്കി. അവർ കപ്രാട്ട് കൃഷ്ണപ്പണിക്കരുടെ കുടുംബത്തിൽപ്പെട്ട ചേറൂരിലെ നാട്ടുപ്രമാണി രാവുണ്ണിപ്പണിക്കരുടെ നേതൃത്വത്തിൽ പ്രതികാരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതറിഞ്ഞ മുസ്ലിം യുവാക്കൾ ചേറൂരിലേക്ക് പുറപ്പെട്ടു. ഉച്ചത്തിലുള്ള തക്ബീർ ധ്വനികളുമായി വന്ന അവരെ കണ്ട് ഭയന്ന് വിറച്ച ശത്രുക്കൾ നേരിട്ടൊരേറ്റുമുട്ടലിന് തയ്യാറായില്ല. പകരം കോഴിക്കോട്ടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിലേക്ക് ദൂതന്മാരെ അയച്ച് സൈന്യത്തെ അയക്കാൻ ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ 5-ാം മദിരാശി പട്ടാളത്തിലെ
60 പേരാണ് എത്തിയത്. ശക്തമായ പോരാട്ടം തന്നെ ചേറൂരിൻ്റെ മണ്ണിൽ നടന്നു. അവരുടെ ക്യാപ്റ്റൻ ലീഡറും ഒരു സുബേദാറും 3 പട്ടാളക്കാരും കൊല്ലപ്പെട്ടു. ഒരു സായിപ്പിനും 5 പട്ടാളക്കാർക്കും 7 താലൂക്ക് ശിപായിമാർക്കും പരുക്കേറ്റു. സർവ്വവിധ സന്നാഹങ്ങളോടെയും എത്തിയ ബ്രിട്ടീഷ് പട്ടാളത്തോട് വെറും കൈയോടെ ഏറ്റുമുട്ടിയിട്ടും മുസ്ലിം പടയാളികൾ വിജയിച്ചു. കുത്തുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ചേറൂർ പടയിൽ പങ്കെടുത്തിരുന്നു. പടയിൽ മമ്പുറം തങ്ങളുടെ വലത് കാലിന് വെടിയേറ്റു. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച മുസ്ലിങ്ങളുടെ മയ്യത്തുകളോട് ബ്രിട്ടീഷുകാർ ക്രൂരത കാട്ടി. മയ്യത്തുകൾ ചേറൂരിൽ നിന്ന് തിരൂരങ്ങാടി കച്ചേരി പരിസരത്ത് കൊണ്ടുവന്ന് എണ്ണ ഒഴിച്ച് തീ കൊളുത്തി. പിന്നീട് ഒരു കുഴി വെട്ടി എല്ലാ മയ്യത്തുകളും അതിലിട്ടു മൂടി. ശുഹദാക്കളുടെ ആണ്ട് നേർച്ച എല്ലാ വർഷവും റമളാൻ 28-ന് തിരൂരങ്ങാടി ചെമ്മാട് ഭാഗങ്ങളിൽ വിപുലമായി നടത്തപ്പെടാറുണ്ട്. ശുഹദാക്കളുടെ മഖബറയിൽ നിത്യവും ഒട്ടേറെ പേർ സിയാറത്തിന് എത്തുന്നു. ചേറൂർ ശുഹദാക്കളുടെ ചരിത്രം ഉൾക്കൊള്ളിച്ച ബൃഹത്തായ ഒരു മൗലിദ് ഗ്രന്ഥം വർഷങ്ങൾക്ക് മുമ്പ് വിരചിതമായിട്ടുണ്ട്. സംസ്ഥ കേന്ദ്ര മുഷാവറാംഗവും അറബി സാഹിത്യകാരനുമായിരുന്ന തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാരാണ് മൗലിദ് രചിച്ചിട്ടുള്ളത്. അള്ളാഹു ശുഹദാക്കളുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആമീൻ.